ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെയാണ് എന്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരയുന്ന ഉണ്ണിക്കണ്ണ പറഞ്ഞ എന്റെ തോളിൽ കൂടെ കയറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള ഏട്ടാ അത് വിജയണ്ണനാണെന്ന്. എന്നെ വാവറിന് തോളിൽ കയറ്റി കൊണ്ടുപോയി കയറുവനില് ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല, വിജയണ്ണ കയറി പറഞ്ഞില്ല, ഞങ്ങൾക്ക് എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുന്നൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറവനില് ഞാനും വിജയണ്ണനും മാത്രം. എന്നിട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്യുക പറഞ്ഞു. വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത്, ഞാൻ ആരേട്ടാ? എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്തത്? അപ്പൊ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട്, പല പ്രാവശ്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ. നമ്മുടെ ദൈവത്തിനെ കണ്ടു, ഇളയ തലപതി നമ്മുടെ വിജയണ്ണനെ മുത്ത്, നമ്മുടെ വിജയണ്ണനെ കണ്ടു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5-10 മിനിറ്റ് വണ്ടിയിലിരുന്ന് തൊഴിൽ കയറ്റിട്ടാണ് കേരവാനെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ മുടി വളർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെയാണ് കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പറയാം ഡയറക്ടറിനെ കൊണ്ട് പറയാമെന്ന് വിജയണ്ണൻ പറഞ്ഞു. പ്രൊഡ്യൂസർ സാറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തകർന്നു പോകാതെ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുക. എന്തെങ്കിലും പ്രശ്നത്തിൽ കണ്ണ് കലങ്ങുക, തകർച്ച വരുമ്പോൾ കരഞ്ഞ് വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു 4ാം ക്ലാസ്സുകാരൻ മംഗലണ്ടാമിൽ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട്. അവൻ ആരൊക്കെ ചീത്ത പറഞ്ഞാലും വേദനിപ്പിച്ചാലും ആ ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചവരിനെ കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തവരിനെ കൊണ്ടൊക്കെ എനിക്ക് നന്ദി, നമസ്കാരം, സ്നേഹം മാത്രം.